പ്രശാന്തേട്ടാ, ഈ യുദ്ധം തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് യുദ്ധം കൊണ്ട് ഗുണം ഉള്ളത് നെതന്യാഹുവിന് മാത്രമാണ്. കാരണം അദ്ദേഹത്തിനെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നപ്പോഴായിരുന്നു ഇത്തരമൊരു യുദ്ധം വന്നത്. ഇപ്പോൾ ആ യുദ്ധം അവസാനിച്ചിരിക്കുന്നു. അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് പഴയ ഭരണവിരുദ്ധ വികാരം വീണ്ടും ബാധിക്കുകയാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇങ്ങനത്തെ ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം ഇപ്പം ഈ ഒക്ടോബർ 7 നടന്ന ഒരു സംഭവം ഉടലെടുത്തുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ഹമാസിൻ്റെ ഒരു ഭീകരാക്രമണത്തിനകത്തു നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. അപ്പം ഈ അവിടുത്തെ രാഷ്ട്രീയ ഭാഗമായിട്ട് നിന്ന് പരിശോധിക്കുമ്പോൾ അന്ന് നെതന്യാഹുവിനെതിരെ ചില അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതിനെ അവിടെ ഈ ജനാധിപത്യ സംവിധാനം ഏറ്റവും നല്ലതുപോലെ കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിനകത്തുള്ള ഒരു രാജ്യമാണ്. കാരണം ആ ജനങ്ങളുടെ തീരുമാനം വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കൃത്യതയോടുകൂടി തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം വരികയും ഇത് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പോരാടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം അദ്ദേഹത്തിൻ്റെ പുറത്തു പോകുന്നതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിനും, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടും രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഇത് ഉപയോഗിച്ചു എന്ന് പറയാം. അപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇസ്രായേലിനെ നോക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു വിഷയം വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും യുദ്ധസമയത്ത് എനിക്ക് തോന്നുന്നു ഒരേപോലെ നിന്നിട്ട് മന്ത്രിസഭ ഉണ്ടാക്കി. അതിൻ്റെ രണ്ടിടത്തുനിന്ന് ഭാഗമായിട്ട് രണ്ടുപേരും ഒരുപോലെ രാജ്യകാര്യങ്ങളിൽ ഈ പറയുന്ന തർക്കമില്ലാതെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിൽ തീരുമാനമെടുത്ത് പോകുന്ന ഒരു രാജ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം യുദ്ധം ചെയ്തു, യുദ്ധം വളരെ വിശാലമായിട്ട് ചെയ്തു. ഈ പറയുന്ന ഹമാസിനെ ഗാസയിൽ നിന്ന് ഇല്ലാതാക്കി, അതിനുശേഷം പ്രോക്സി ഗ്രൂപ്പിനെ ഇല്ലാതാക്കി, ലെബനൻ്റെ പല ഭാഗങ്ങളും പിടിച്ചെടുത്ത്, ലെബനൻ്റെ വടക്കൻ ഭാഗത്തു നിന്നൊക്കെ പണ്ട് അവിടുന്ന് മാറി താമസിക്കേണ്ട, അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗമായിട്ട് മാറി താമസിക്കേണ്ട ആൾക്കാരെ വീണ്ടും അവിടെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ ലെബനൻ്റെ ഏതാണ്ട് പകുതിയോളം ഇപ്പോഴും സൈന്യം പിടിച്ചെടുത്ത സൈന്യത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഹമാസിൻ്റെ നിയന്ത്രണവും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഈജിപ്തിൽ നിന്നും ആയുധമൊക്കെ കൊടുക്കുന്ന ഇടനാഴികളുടെയൊക്കെ നിയന്ത്രണം ഇപ്പോഴും പട്ടാളത്തിൻ്റെ കയ്യിലാണ്. അവരൊക്കെ ചർച്ചയ്ക്കകത്തിന് ശേഷം, അല്ലെങ്കിൽ ഇനി ആ നിയന്ത്രണം ഹമാസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രീതിയൊന്നും കാണുന്നില്ല. അപ്പം ഈ വരുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ബന്ദികളെ പരസ്പരം കൈമാറുന്ന രീതിയിലേക്ക് വന്നല്ലോ. അപ്പം ബന്ദികൾ ഏതാണ്ട് 100ഓളം ബന്ദികളാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന. 200ഓളം ബന്ദികളുണ്ടായിരുന്നു. അതിനകത്ത് ബാക്കിയുള്ളവർ കുറേ പേര് മരിച്ചു പോയതും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മോചിപ്പിച്ചത്, ഇവർ മോചിപ്പിച്ചതും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം 100ഓളം ബന്ദികൾ വീണ്ടും അവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് 34 പേരെ കണ്ട് കഴിഞ്ഞ ദിവസം മോചിപ്പിക്കാമെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം 3 പേരെയാണ് മോചിപ്പിച്ചത്. 34 പേരെ മോചിപ്പിക്കുമ്പോൾ എൻ്റെ 2000-ത്തിനടുത്ത് 1900 പാലസ്തീനികളെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പാലസ്തീനികളെ എനിക്ക് തോന്നുന്നു അതുപോലെ കുറച്ചായിരിക്കും. എന്തുവരെ ഈ 3 പേരെ മോചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാർത്തകൾ, സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള വാർത്തകൾ കൂവി വിളിച്ചുകൊണ്ട് ഈ 3 പേരെയും കൊണ്ടെത്തിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇവരുടെ നെറ്റിയിലും കയ്യിലുമൊക്കെ ഹമാസിൻ്റെ ടാഗുകൾ കെട്ടി ഹമാസിൻ്റെ ഭാഗമായിരുന്നു എന്ന് കാണിക്കുന്ന രീതികൾ, അത് ഇത്രയും നാൾ അവരനുഭവിച്ച അവരുടെ, അല്ലെങ്കിൽ അവരെ പാർപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ ഹമാസിൻ്റെ ലഘുലേഖകൾ അടങ്ങുന്ന ബാഗൊക്കെ ഏന്തി കൂകി വിളിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് മാധ്യമങ്ങളിൽ കൂടുതലാണ് വളരെ കൂടുതൽ ആൾക്കാർ. അതുപോലെ തന്നെ ഈ പറയുന്ന വെടിനിർത്തലിന് ശേഷം ഹമാസിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോയവർ കൂട്ടമായിട്ട് വന്ന് വളരെ ആഹ്ലാദത്തോടുകൂടി കയറി വരുന്ന അവസ്ഥ, ഈ രീതിയിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് ഇതിനകത്ത് എന്താണ് ലാഭം? ഇത്രയും നാൾ നമ്മൾ പോരാടിയത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കുപ്പുറം നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ. ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇത് അവസാനിപ്പിച്ചതിനകത്ത് ഈ പറയുന്ന ആൾക്കാർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭരണത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെ വളരെ അതൃപ്തിയുണ്ട്. നെതന്യാഹുവിൻ്റെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്കറിയത്തില്ല, ഇവിടുത്തെ കുട്ടി UDF-നകത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മുന്നണികൾ, 1-2 മുന്നണികളും അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാരും ഒക്കെ രാജിവെച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം ഇതിന് നെതന്യാഹു ഭരണകൂടം, അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ ഈ ഹമാസിൻ്റെ കൂടെ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, ഇതേതാണ്ട് സൂം ചെയ്ത് വളരെ കൂടുതൽ ആൾക്കാരെ കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്, അല്ലാതെ കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും ഈ പെട്ടെന്നുള്ളൊരു വെടിനിർത്തൽ ഒരുപക്ഷെ കച്ചവടക്കാരനായിട്ടുള്ള ട്രംപിൻ്റെ ഒരു ഇതാണെന്നും പറയുന്നുണ്ട്. കാരണം ട്രംപ് ഈ മേഖലയിൽ അദ്ദേഹം നേരത്തെ അധികാരത്തിലിരുന്നപ്പോൾ ഒരു അല്ലെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം തമ്മിലൊരു ബിസിനസ് ആ രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ തീർന്നു വെച്ചു. അപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നാൽ അത് വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി സാധിക്കത്തില്ല. ബട്ട് ട്രംപിൻ്റെ താല്പര്യമനുസരിച്ച്, അമേരിക്കയുടെ താല്പര്യമനുസരിച്ച്, പ്രത്യേകിച്ച് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ധൃതി പിടിക്കലാണ്. അതിനകത്ത് വഴങ്ങിക്കൊടുത്തത് നെതന്യാഹുവാണ്. അതുകൊണ്ട് രാജ്യത്തിന് ഗുണമില്ല എന്നുള്ള രീതിയിലേക്കൊരു വർത്തമാനം വരുന്നുണ്ട്. അപ്പം ഇപ്പം ആ ഒരു വർത്തമാനം
ആ ഒരു രീതിയിലേക്ക് ഈ പറയുന്ന പ്രതിപക്ഷവും അവിടുത്തെ ജനങ്ങളും ഒക്കെ തീരുമാനിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വന്നാൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് പ്രാപ്തമല്ലാതാവും. അപ്പോൾ ഈ ട്രംപ് ഇത്രയും നാൾ മുമ്പ് ശ്രീജിത്ത് ചോദിച്ചതുപോലെ ഈ ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്ന് വെച്ചാൽ ട്രംപ് ഇത്രയും നാൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ലൈം ലൈറ്റ് വരുന്നതിനും ആ രാജ്യത്തിന് വേണ്ടി ട്രംപ് അല്ലാത്ത നെതന്യാഹു അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യത്തിനും നിൽക്കുകയും വിശാല ഇസ്രായേൽ എന്നുള്ള സങ്കല്പം ഒരു പരിധിവരെ ഈ പറയുന്ന ഹമാസിൻ്റെ ഭാഗമായിട്ട് നിന്ന ഗാസ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആ രാജ്യം വിലക്കയറ്റത്തിൻ്റെയും മറ്റ് അഴിമതിയിലെല്ലാം പിടിയിലായിരുന്നു. അങ്ങനെ സർക്കാരിനെതിരെ ഒരു വലിയ സമര മുഖത്ത് ജനങ്ങൾ നിൽക്കുമ്പോഴായിരുന്നു ആക്രമണം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ അത് നെതന്യാഹു ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല, രാഷ്ട്രീയ അസ്തമനം എന്നൊക്കെ അന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ 7 മുമ്പ്. അപ്പോൾ അതിനകത്തുനിന്ന് അദ്ദേഹം ഒരു ജനകീയനായിട്ടുള്ള ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിട്ട് ഉയർന്നു വരുന്നതും ഈ പറയുന്ന ഗാസ ഹമാസിൻ്റെ ഭാഗമായിട്ടുള്ള ഗാസ പിടിച്ചെടുത്തു. അപ്പോൾ സിറിയയിൽ ഇപ്പോൾ അധികാരമാറ്റം നടന്നില്ലേ. അപ്പോൾ സിറിയയിൽ നേരത്തെ ഈ ഗോവൽ കുന്നുകൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് അവിടെ സൈന്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അത് കുറച്ച് കൂടുതലൂടെ വ്യാപകമായിട്ട് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതായത് ഇവർ കയറിയ മേഖലയിൽ നിന്ന് ഇവർ തിരിച്ചിറങ്ങുന്ന ഒരു രീതിയൊന്നും ഇല്ലല്ലോ. അതിനുശേഷം ഈ സൂയസ് കനാൽ ഉൾപ്പെടെ ഉള്ളത് ഹൂതികളുടെ ആക്രമണത്തിന് വിധേയമാകുന്നുണ്ട്. അത് വളരെ കൂടുതലായിട്ട് പൈസ ഹൂതികളുടെ ആക്രമണത്തിൽ അല്ലെങ്കിൽ വിധേയമാകുന്നതുകൊണ്ട് ഈ ഈജിപ്തിന് താങ്ങാൻ പറ്റാത്തോളം നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അവിടെ അമേരിക്കയുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ കപ്പലുകൾ വന്ന് നിൽക്കുന്ന അവരുടെ ഈ പെട്രോളിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഹൂതി ആക്രമണം ഒരു പരിധിവരെ കുറയുന്നത്. അപ്പോൾ അമേരിക്ക ഇങ്ങനെ അവിടെ പെട്രോളിങ്ങിനും മറ്റു കാര്യത്തിനും ഒക്കെ നിൽക്കുന്നതിന് അവർ കുറേ കഴിയുമ്പം അവരുടെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ ഇത്ര ദിവസത്തെ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കും, ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഇവിടുത്തെ ഈ പശ്ചിമേഷ്യയിൽ പോലീസായിട്ട് പോലും ഈ യുദ്ധത്തോടു കൂടി നെതന്യാഹുവിനെയും അല്ലെങ്കിൽ ഇസ്രായേലിനെ അംഗീകരിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇതിൻ്റെയൊക്കെ കാരണക്കാരനായിട്ടുള്ള നെതന്യാഹു ആണല്ലോ. അപ്പം പശ്ചിമേഷ്യയിൽ ഒരു വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന ഇപ്പം വിഷയം എന്ന് പറഞ്ഞാൽ ഹൂത്തിയെ കൈകാര്യം ചെയ്തും ഈ യമനിലെ ഈ ഹൂത്തിയെ കൈകാര്യം ചെയ്തും അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ കൈകാര്യം ചെയ്തും ഹമാസിനെ കൈകാര്യം ചെയ്തും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ ഉപയോഗിച്ച് ഈ ഇറാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗമല്ലാതെ നിൽക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ ആ രാജ്യങ്ങളെ ഉപദ്രവിക്കുകയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന ഇറാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോക്സി ഗ്രൂപ്പിനുമൊക്കെ നാളെ കാലത്തെ പഴയതുപോലെ ചലിക്കാനും അല്ലെങ്കിൽ പ്രവർത്തിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടുള്ള ഗുണം ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കായിരുന്നു. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ സൈനിക ശക്തിയെ പറ്റിയൊക്കെ നമുക്കറിയാമല്ലോ. അമേരിക്കയുടെ ബേസ് ഉള്ളത് കൊണ്ട് പിടിച്ചിരിക്കുന്ന ഖത്തറും അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളം നിലനിർത്തിക്കൊണ്ട് പോകുന്ന പൈസ ഉണ്ടെങ്കിലും സൈനിക സംവിധാനം ഇല്ലാത്ത ഒക്കെ രാജ്യങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനം സൗദിയുടെ കാര്യം തന്നെ. സൗദിയിലായാലും സൈനിക ശേഷി എന്ന് പറയുന്നത് വേറെ രാജ്യത്ത് അടിച്ചേക്കത്തൊക്കെയാണല്ലോ, പൈസ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അമേരിക്കയും അതുപോലെ മറ്റ് അമേരിക്കയുടെ പല ബേസുകളും അവിടെ എവിടെയൊക്കെ ഇട്ടാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോലീസായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അതിനെയൊക്കെ മറികടന്ന് നിൽക്കുന്നതാണല്ലോ പ്രോക്സി ഗ്രൂപ്പ്. അപ്പോൾ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഉപദ്രവം അല്ലെങ്കിൽ അവരെ ഇത്തരത്തിലാക്കുന്നത് കൊണ്ട് ഈ മറ്റ് രാജ്യങ്ങൾക്കിടെ നിലനിൽപ്പിന് അത് ഗുണമാവുന്ന രീതിയായിരുന്നു. അപ്പം അതൊക്കെ സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത നെതന്യാഹുവിന് ട്രംപിൻ്റെ വരവോടുകൂടി അല്ലെങ്കിൽ ട്രംപിൻ്റെ ഈ ധൃതി പിടിച്ചുള്ള വെടിനിർത്തലോടുകൂടി ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാവുന്ന ഒരു ദിവസം ട്രംപ് വെടിനിർത്തുന്നതിന് വേണ്ടി സംസാരിച്ചപ്പോഴും പലവട്ടം പല രീതിയിൽ ഈ വെടിനിർത്തലിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. രാവിലെ 8:30 വെടിനിർത്താൻ പറഞ്ഞു. നെതന്യാഹു പലവട്ടം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. അവസാനം ഈ 3 ബന്ദികളെ കൊണ്ടുവച്ച് അന്ന് ഏതാണ്ട് 34 ബന്ദികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 3 ബന്ദികളെ കൊണ്ടുവച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ബാക്കി ബന്ദികളെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇത്തരം ധൃതി പിടിച്ച് ഒരു വെടിനിർത്തൽ അത് ട്രംപിൻ്റെ മാത്രം നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന നെതന്യാഹുവിന് ഇസ്രായേലിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കിട്ടുന്നത്. അതെന്താ, അത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി ഇതുവരെ അദ്ദേഹം വളരെ കൂടുതലായിട്ട് യുദ്ധത്തിന് വേണ്ടി ഏറ്റെടുത്ത അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിന്ന വിശാല ഇസ്രായേൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ഗുണമെല്ലാം മാറി നെഗറ്റീവ് എഫക്റ്റിലേക്കും പഴയ രീതിയിലേക്ക് രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്തമനത്തിലേക്കും നെതന്യാഹു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു റിപ്പോർട്ടും അവിടെ നിന്ന് വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.